വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പൗലോസിൻ്റെ 3 വർഷത്തെ അധ്വാനഫലമായി രൂപം കൊണ്ട എഫെസോസ് ഇപ്പോഴത്തെ ആത്മിക നിലയെ പരിശോധിച്ചതിന് ശേഷം സഭയോട് പൗലോസ് പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എഫെസ്യർ 5:14. പൗലോസ് സഭയിൽ 3 വിധത്തിൽ ഉള്ളവരെയാണ് കണ്ടെത്തിയത്: മരിച്ചവർ, ഉറങ്ങുന്നവർ, ഉണർന്നിരിക്കുന്നവർ. ഇന്നത്തെ ആത്മീക മണ്ഡലത്തിലും, അതായത് വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന നമ്മിലും ഈ 3 വിധത്തിൽ ഉള്ളവരുണ്ട്. ഈ 3-ൽ ഒന്നിൽ നാമും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കൂട്ടർ മരിച്ചവർ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മുഴുകിയിരിക്കുന്ന ജീവിതത്തെയാണ് മരണം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എഫെസ്യർ 2:1. മരിച്ചവരെന്ന് പറയുമ്പോൾ ജീവൻ പോയ ശരീരം എന്ന അർത്ഥമല്ല പൗലോസ് നൽകുന്നത്. ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇവർക്ക് ജീവനുണ്ട്. കർത്താവ് സർദീസ് സഭയോട് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. വെളിപ്പാട് 3:1. മരണമുണ്ടായത് എങ്ങനെയെന്ന് ഉൽപ്പത്തി 2:17 പറയുന്നുണ്ട്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്ന് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായിരുന്നു മരണം. ആദം പാപത്തിൽ മരിച്ചു. അതായത് ആദം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപത്തിൽ മരിച്ചുവെങ്കിലും ആദം 930 വർഷം ജീവിച്ചിരിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 5:5. അങ്ങനെയെങ്കിൽ പൗലോസ് ഇവിടെ പറയുന്ന മരണം ശാരീരികമല്ല, ആത്മീക മരണമാണ്. പാപം ആത്മീകമായി മരിപ്പിക്കുന്നുവെങ്കിലും ശരീരത്തിൽ പിന്നെയും ജീവനുണ്ടായിരിക്കും. ലൂക്കോസ് 15:24 മകൻ മടങ്ങി വന്നപ്പോൾ പിതാവ് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ആത്മീക മരണം സംഭവിച്ച വിശ്വാസിക്കും പ്രവർത്തിക്കാം, സഭയിൽ സ്ഥാനമാനങ്ങൾ വഹിക്കാം. എന്നാൽ ആത്മീകമായി ചത്തവർ നയിക്കുന്ന സഭ ഒരിക്കലും ആത്മീക ശക്തി പ്രാപിക്കത്തില്ല. ആത്മീകമായി ചത്തവർക്ക് എങ്ങനെ മറ്റുള്ളവരെ ആത്മീകമായി ജീവിപ്പിക്കുവാൻ കഴിയും? ചത്ത കോഴിയെ അടവച്ചാൽ മുട്ട വിരിയില്ല, എല്ലാം ചീത്തയാകും. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ശക്തരായി നാം കാണുന്ന പലരും ആത്മീകമായി മരിച്ച അവസ്ഥയിലാണ്. എൻ്റെ ഇടവക ശുശ്രൂഷയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മയിൽ വരുന്നു. വിശുദ്ധ ആരാധനയിൽ 2ാം പാഠം വായിക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്ന വ്യക്തി അന്ന് ആലയത്തിൽ വന്നില്ല. അതുകൊണ്ട് 2ാം പാഠം വായിക്കുവാൻ ഓർഗനിസ്റ്റിനെ ചുമതലപ്പെടുത്തി. ഇന്നത്തെ പോലെ വേദപുസ്തകത്തിൽ അന്ന് അടയാളം വയ്ക്കുന്ന പതിവൊന്നുമില്ല. യാക്കോബിൻ്റെ ലേഖനമാണ് വായിക്കേണ്ടത്. വേദപുസ്തകം വാങ്ങി വായിക്കുവാനായി ഓർഗനിസ്റ്റ് യാക്കോബിൻ്റെ ലേഖനം തപ്പി. കുറേ സമയം നോക്കിയിട്ടും കിട്ടിയില്ല. വേദപുസ്തകം അവിടെ വെച്ചിട്ട് യാക്കോബിൻ്റെ ലേഖനം ബൈബിളിൽ ഇല്ല എന്ന് പറഞ്ഞ് താൻ സീറ്റിൽ പോയിരുന്നു. പിന്നെ ഞാൻ തന്നെ ലേഖനവും വായിച്ചു. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഓർഗനിസ്റ്റ് ഓർഗൻ പ്ലേ ചെയ്യും, നന്നായി പാട്ട് പഠിപ്പിക്കും. എന്നാൽ വചനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ജീവനുണ്ട്, എന്നാൽ ചത്തതാണ്. ചത്തവൻ നയിക്കുന്ന സംഘടനയും കാലക്രമേണ ചത്തുപോകും. നമ്മുടെ ആത്മീക ജീവൻ ചത്തതാണോ എങ്കിൽ സഭ തന്നെ ചത്തുപോകും. 2ാമത്തെ കൂട്ടർ ഉറങ്ങുന്നവർ. മരിച്ചവനല്ല, ഒരു കാലത്ത് ജീവൻ പ്രാപിച്ച് പ്രവർത്തിച്ചവനായിരുന്നു. ചില പ്രലോഭനങ്ങളിൽ മുഴുകി ഇപ്പോൾ മുള്ളിനിടയിൽപ്പെട്ട വിത്തുപോലെ ഞെരിഞ്ഞ് അവർന്ന് കിടക്കുകയാണ്. ശിംശോൻ ലോകസുഖത്തിൻ്റെ പ്രലോഭനത്തിൽ പെട്ട് ഉറങ്ങി. യോന അനുസരണക്കേടിൻ്റെ പ്രലോഭനത്തിൽപ്പെട്ട് ഉറങ്ങി. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുവാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളവരെക്കുറിച്ച് വെളിപ്പാട് 3:16 പറയുന്നത്, നീ ശീതവാനല്ല, ഉഷ്ണവാനുമല്ല, പിന്നെയോ ശീതോഷ്ണവാനാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വെളിപ്പാട് 2:5. ഇന്ന് നമ്മിൽ പലരും ശീതോഷ്ണാവസ്ഥയിൽ അല്ലേ നമ്മുടെ ആത്മീക ജീവിതം നയിക്കുന്നത്?
എങ്കിൽ നാം ഉറങ്ങിക്കിടക്കുകയാണ്. മൂന്നാമത്തെ കൂട്ടർ ഉണർന്നിരിക്കുന്നവർ, അതായത് വന്നുപോയ കുറവുകളെയും പാപത്തെയും ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടവർ, അഥവാ മാനസാന്തരപ്പെട്ടവർ. ദാവീദിൻ്റെ മാനസാന്തര വാക്കാണ്, ഞാൻ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പുത്രൻ്റെ മാനസാന്തര വാക്കാണ്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ മാനസാന്തര അനുഭവമാണ് പുറത്തിറങ്ങിയുള്ള പൊട്ടിക്കരച്ചിൽ. യഥാസ്ഥാനപ്പെട്ട മാനസാന്തര അനുഭവത്തിൽ വരുന്നവരാണ് പിന്നീട് പൂർണ്ണാത്മശക്തിയോട് പ്രവർത്തിക്കുന്നത്. ഉണർന്നിരിക്കുന്നവരിലാണ് ക്രിസ്തു പ്രകാശിക്കുന്നത്. എഫേസ്യർ 5:14. നമ്മുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കാം. ഉണർന്നെഴുന്നേൽക്കാം, യഥാസ്ഥാനപ്പെടാം, മാനസാന്തരപ്പെടാം. കർത്താവേ, ജീവനുണ്ട്, എന്നാൽ മരിച്ചവനാ. ജീവൻ പ്രാപിച്ച ആത്മശക്തിയോടെ നിൽപ്പാൻ എന്നെയും ജീവിപ്പിക്കണമേ. ആമേൻ.